ഗൈസ്, എസ്കെ ബോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നടക്കാൻ പോകുന്നത് ശീലാവ് ഉളക്ക എന്ന് പറയുന്ന ഒരു മീൻ പൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ചെയ്യുന്ന അമ്മയാണ്. അപ്പം നമുക്ക് അടുക്കളയായിട്ട് പോകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്നൊരു മീൻ പൊള്ളിക്കലാണ് നടത്തുന്നത്. അത് ശീലാവതി എന്നുള്ളൊരു മീനാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് ഉളക്ക എന്നും പറയും. അപ്പം നമുക്കത് ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് കഷ്ണം തിരിക്കാൻ പോവുകയാണ്. ഈ ശീലാവതി മീൻ ഉളക്ക എന്ന് പറയുന്ന മീൻ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതിനെ പരിചയപ്പെടുത്താം. മുളക് പൊടി, കൊച്ചുള്ളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഉപ്പ്, വേപ്പില, പുളി, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ. 1 പാല് മതി. നമ്മൾ ഇത് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ മീൻ അതിലേക്ക് പെറുക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് ഇറക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒറ്റപ്പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണയും പച്ചവേപ്പിലയും ഇട്ട് നമുക്ക് ഇറക്കാം. മീൻ പൊള്ളിക്കാണ്. ഉള്ളി, മുളക് പൊടി, ഇത് വയ്യനൊന്ന് വെള്ളം തളിച്ച് ചായച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇത് പൊട്ടിച്ചാൽ മതി വെറുതെ. ഈ ഇഞ്ചി, ഈ 2 പച്ചമുളക് നമുക്ക് പയ്യനൊന്ന് പൊട്ടിച്ചാൽ മതി, അരക്കരുത്. നമ്മളിത് ഈ മീൻ പൊള്ളിക്കാനായിട്ട് ആദ്യം തന്നെ ഈ കല്ല് ചായച്ചത് മൂപ്പിച്ചെടുക്കണം. അതായത് വരട്ടി എടുക്കണം. അതിന് പ്രത്യേകം നമ്മൾ കൊച്ചുള്ളിയൊന്നും എടുക്കണില്ല. അത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ മൂപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. ആദ്യം 2-3 കടുക് ഇടണം. അതിൻ്റെ ശേഷം 2 ഉലുവ ഇടണം. ഈ ഉളുമ്പ് ചുവയൊന്നും ഉണ്ടായിരിക്കണേ 2 ഉലുവ കൂടെ ഇടണം. നമ്മളിത് കല്ല് മൂപ്പിച്ച ആ ചായച്ച ആ ഉള്ളി മുളകും നമ്മളിത് ഇതിലേക്ക് മൂപ്പിക്കുകയാണ്. എണ്ണ മൂപ്പിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതൊരു മീൻ പൊള്ളിക്കൽ വേറെ രീതിയിലുള്ള പൊള്ളിക്കലാണ്. അരപ്പ് ചെലുത്തി പൊള്ളിക്കല്ല, ഇതിങ്ങനെ എണ്ണക്കകത്താണിത് മൂപ്പിച്ചെടുക്കുന്നത്. നമ്മളിത് മൂപ്പിച്ചത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും. പുളി ഇടുകയാണ്.
കഴുകി വെച്ചിരുന്ന 3 കഷ്ണം പുളി ഇട്ട്, ഇനി 1 സ്പൂണ് ഇട്ട് 2-3 വേപ്പില ഇട്ട്, ഇനി തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ മീൻ പെറുക്കി വെക്കുന്നത്. ഈ ഉളക്ക പെറുക്കി വെക്കുന്നത് ശീലയെന്നും പറയും, രണ്ടും പറയും ആൾക്കാർ. നമ്മളിപ്പോൾ 2 പേരും പറഞ്ഞിട്ടുണ്ട്. മൂടി വെച്ച് തിളക്കട്ടെ. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീൻ പെറുക്കി വെക്കാം. നമ്മളിത് അരപ്പ് തിളപ്പിക്കാൻ വെച്ചത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ പെറുക്കി വെക്കുകയാണ്. ഒരുപാട് ഉറപ്പുള്ള മീനൊന്നുമല്ല, പേര് മാത്രമല്ല. അപ്പം അത് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്ന ഒരു മീനാണ്. സ്വാദുള്ള മീനാണ്, പക്ഷെ ഇത് ഇങ്ങനെ ഒരുപാട് ഇതില്ലാത്ത മീനാണ്. പാവത്ത മീനാണ്. ചെറിയ വെള്ളത്തിലേ ഇതിനെ പൊള്ളിച്ചെടുക്കാവുള്ളൂ. കുറേ വെള്ളം ഒഴിക്കരുത്. അതാണ് 2-ാം പാൽ എടുക്കാഞ്ഞത്. നമുക്കൊന്ന് സ്പൂണിന് മയം അനക്കി കൊടുക്കാം. ഇവിടെ ഇരുന്ന് റെഡി ആകട്ടെ. ഒന്നുകൂടെ തിളക്കട്ടെ. ഈ മൂടി വെച്ച് തിളച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കാം. ആ മീൻ പൊള്ളിക്കാൻ വെച്ചത് നമുക്ക് അതിലേക്ക് പാല് ചേർക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാലൂടെ ചേർത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി തുറന്ന് വെച്ച് വറ്റിക്കാം. എന്നിട്ട് വേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചിറക്കാം. അത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇച്ചിരി വേപ്പില ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നേരത്തെ ഇച്ചിരിയൊക്കെ റെഡിയാക്കിയപ്പോൾ എണ്ണ ഒഴിച്ചതാണ്. ഇച്ചിരി ഒഴിച്ചാൽ മതി. നമുക്ക് ഇറക്കാം. ഇനി എണ്ണയൊക്കെ നമ്മുടെ മീൻചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഇറക്കി വെച്ച് ഞങ്ങളിതേ കറി റെഡിയാക്കിയത് എടുക്കുകയാണ്. അത് നമുക്കിതേ പാത്രത്തിലോട്ട് എടുക്കാം. ഈ മീന് നമ്മുടെ സാധാ മുളക് പൊടിയാണ്. നമ്മൾ വെളുത്തിരിക്കുന്ന മീനാണിത്. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അതാണ് ഇങ്ങനെ ഇരിക്കണത്. അത് സാധാ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് ഇണക്കിയത്. ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.